Hi friends, welcome to yet another episode of Lakshmi's Cooking Stories. പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കാണല്ലേ മാംഗോ ഫ്രൂട്ടി. കുഞ്ഞുങ്ങളുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമുക്ക് എല്ലാ ഷോപ്സിലും അത് അവൈലബിളുമാണ്. പക്ഷേ ഷോപ്സിലൊക്കെ കിട്ടുന്നത് ഒത്തിരി പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ അതേ ടേസ്റ്റോട് കൂടി ഒരു ഫ്രൂട്ടി, മാംഗോ ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാംഗോ ജ്യൂസിന് ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 500 ഗ്രാം മാങ്ങ, പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 150 ഗ്രാം പച്ചമാങ്ങ അതുകൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. അധികം നാരില്ലാത്ത മാങ്ങ ഇതിലെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 250 ഗ്രാം പഞ്ചസാര അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഫ്ലെയിം ഹൈയിൽ വെച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. മാമ്പഴവും വെള്ളമായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. പതിനഞ്ച് മിനിറ്റായി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാംഗോ പീസസ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളവും ഈ മാംഗോ പീസ്, വേവിച്ച മാംഗോ പീസും നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഈ മാംഗോ പീസസ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് ഫൈൻ പ്യൂരേ ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. മാങ്ങ നന്നായി തണുത്തു. നമുക്കിനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ പീസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈൻ പ്യൂരേ ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ മാങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാംഗോ പ്യൂരി ഞാനിത് ഈ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ച് ഈ വെള്ളവും പ്യൂരി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ മാംഗോ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ സ്ട്രെയിനറിൽ അരിച്ചെടുക്കാം. ഞാൻ അരിക്കാതെ തന്നെ യൂസ് ചെയ്യാണ്, കാരണം ഇതിലൊരു നാരോ ഒന്നുമില്ല. നാരില്ലാത്ത മാങ്ങയാകുമ്പം അങ്ങനെ ഒരു യൂസുണ്ട്. നാരില്ലാത്ത മാങ്ങയാണ് ഈ ജ്യൂസിന് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പം ഞാനിന്ന് തയ്യാറാക്കിയ മാംഗോ ഫ്രൂട്ടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ഈസിയാണല്ലേ. അപ്പം നമുക്കിത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാം, നമുക്കും അത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. Bye-bye.